വെൽക്കം ബാക്ക് ടു ഹോം ബേക്കിംഗ്. ഇന്ന് നമ്മളൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു ബൺ റെസിപ്പിയാണ്. അതും നമുക്ക് അവന് യൂസ് ചെയ്യാണ്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് കാണിക്കുന്നത്. ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അവനിലല്ലാണ്ട് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്യാൻ പറ്റുന്ന ബണ്ണ് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. നേരത്തെ ഏകദേശം ഞാൻ ഇതിനോട് സാമ്യമുള്ള നമ്മുടെ ബ്രെഡ് റെസിപ്പീസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം. അതായത് ആദ്യം തന്നെ നമുക്ക് ഓൾ പർപ്പസ് ഫ്ലോർ, നമ്മുടെ മൈദ ഒരു 250 ഗ്രാം എടുത്തിട്ടുണ്ട്. അതിലേക്ക് മിൽക്ക് പൗഡർ ഒരു 12 ഗ്രാമോളം മിൽക്ക് പൗഡർ ആഡ് ചെയ്യാം. അതിലേക്ക് നമുക്ക് ഈസ്റ്റ് വേണം. ഈസ്റ്റ് ഒരു 4 ഗ്രാം ഈസ്റ്റ് ചേർക്കാം. 3.5 അല്ലെങ്കിൽ 4 ഗ്രാം വരെ നമുക്ക് ഈസ്റ്റ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് നമ്മൾ ഒരു മിക്സ് ചെയ്ത് വെക്കുക. എല്ലാ ഭാഗത്തേക്കും ഈസ്റ്റും മിൽക്ക് പൗഡറും ഒക്കെ എത്തുന്ന രൂപത്തിൽ നമ്മൾ മാറ്റി വയ്ക്കുക. പിന്നെ നമുക്കിതിലേക്ക് ഷുഗർ ആഡ് ചെയ്യണം. ഷുഗർ ആഡ് ചെയ്യേണ്ടത് ഏകദേശം നമ്മുടെ ഒരു 40 ഗ്രാമോളം നമുക്ക് ചേർക്കാം. അത്യാവശ്യം സ്വീറ്റായിട്ടുള്ള ചെയ്യുന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. അത് നടുവിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മിൽക്ക് എടുക്കാം. മിൽക്കോ വെള്ളമോ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് എടുക്കാം. ഇളം ചൂടുള്ളതാണെങ്കിൽ നല്ലത്. ഒരു ലുക്ക് വാം വാട്ടർ എടുക്കുകയാണെങ്കിൽ നല്ലത്. എന്നിട്ട് അതായത് വെള്ളം അല്ലെങ്കിൽ മിൽക്ക് എടുക്കുന്നത് ഒരു 110 ഗ്രാമോളം ആദ്യം 110 ml വെള്ളം എടുത്തു വയ്ക്കുക. അത് നമ്മളൊന്ന് കുഴച്ചിട്ട് ശേഷം ഒന്നും കൂടെ നമുക്കതിനെ ലൂസാക്കി എടുക്കാം. അതായത് ഒരു 113 അല്ലെങ്കിൽ 115 ml വെള്ളം വരെ നമുക്ക് യൂസ് ചെയ്യാം ഇത്രയും മാവിലേക്ക്. അതായത് ഈ ഒരു മാവ് എന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് ലൂസി ആയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോഴാണ് ആ കറക്റ്റ് നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ പാൻ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിന് ആ കറക്റ്റ് സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടണമെങ്കിൽ കുറച്ച് വാട്ടർ കണ്ടൻറ്റ് കൂടുതൽ വേണം. നമ്മൾ സാധാ നോർമൽ ചെയ്യുന്ന ബണ്ണിൽ നിന്നും ബ്രെഡിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം കൂട്ടിയെടുത്താൽ മതി. ഒരുപാട് കൂട്ടി പോകരുത്. നമ്മളെ കയ്യിൽ ഇങ്ങനെ ആദ്യം സ്റ്റിക്കി ആയിട്ടിരിക്കും. ഇപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സോൾട്ട് കൂടെ ചേർത്തിട്ട് നമ്മൾ ഇതിനെ നീഡ് ചെയ്തെടുക്കുക. നന്നായിട്ട് നീഡ് ചെയ്യുക. നീഡിങ് കറക്റ്റായാൽ മാത്രമേ നമ്മുടെ ബണ്ണാണെങ്കിലും ബ്രെഡാണെങ്കിലും, ഞാൻ എപ്പോഴും പറയാറുണ്ട്, അപ്പോൾ നീഡിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു പിശുക്കും കാണിക്കരുത്. നന്നായിട്ട് നീഡ് ചെയ്തെടുക്കുക. അതായത് നമ്മളിപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ച് നിങ്ങളെ കാണിക്കുന്നത്, അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും അവിടെയൊക്കെ സ്റ്റിക്കി ആയിട്ട് ഇരിക്കുന്നത്, നമ്മുടെ കൈകളിലൊക്കെ ഒട്ടിയിരിക്കുന്നത് കാണാമല്ലോ. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ ഒരു മാവിലേക്ക് യോജിച്ച് വരും. അപ്പോഴാണ് ഏകദേശം നമ്മുടെ മാവ് കറക്റ്റായിട്ട് വരും. ഇപ്പോൾ നല്ല സ്റ്റിക്കിയാണ് നമ്മുടെ മാവ്. അതായത് കുറച്ച് വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള മാവാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് സ്റ്റിക്കി ആയിട്ട് വരും. എന്നിട്ട് നമ്മളതിനെ നന്നായിട്ട് കുഴച്ചിങ്ങനെ തേച്ചെടുക്കുക. നന്നായിട്ട് കുഴഞ്ഞ് വന്ന ശേഷം മാത്രം നമ്മൾ ബട്ടർ ചേർത്താൽ മതി. ഇതിപ്പോൾ ഞാനെടുത്ത ബട്ടർ കുറച്ച് തണുപ്പുണ്ട്, അതുകൊണ്ട് അതൊന്ന് മെൽറ്റാക്കി എടുക്കുക. നമ്മുടെ കൈ വെച്ച് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ബട്ടർ അങ്ങ് മെൽറ്റായിട്ട് കിട്ടും. പിന്നെ കട്ടയായിട്ട് ഇരിക്കാതെ കംപ്ലീറ്റ് സോഫ്റ്റ് ആക്കിയിട്ട് നമ്മളതിനെ ബാറ്ററിലോട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഡവിലേക്ക് മിക്സ് ചെയ്തെടുക്കുക. ഡവ് നന്നായിട്ട് സോഫ്റ്റ് ആവും നമ്മൾ ബട്ടർ കൂടെ ചേർക്കുമ്പോൾ. എന്നിട്ട് ഒരുപാട് സ്റ്റിക്കി ആയിരിക്കില്ല, എന്നാൽ നല്ല സോഫ്റ്റ് ഡവായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നന്നായിട്ട് നീഡ് ചെയ്തെടുക്കുക. ആദ്യം നീഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ ഒട്ടി പിടിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എന്നാലും നമ്മളതിനെ നീഡ് ചെയ്ത് ഒരു കറക്റ്റ് പരുവത്തിലേക്ക് ആക്കി കൊണ്ടുവരാം. കാണുന്നുണ്ടല്ലോ നീഡ് ചെയ്തുകൊണ്ട് എടുക്കുന്നതും അതിലൊട്ടി പിടിക്കുന്നതും ഒക്കെ. അപ്പോൾ നമ്മൾ ബട്ടർ ചേർക്കുമ്പോൾ എന്തായാലും ചെറുതായിട്ടൊരു സ്റ്റിക്ക് വരും. ആ സ്റ്റിക്കിനെസ് നമുക്ക് നീഡ് ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ വൈകാറുണ്ട്. സമയം കിട്ടാത്തതുകൊണ്ടാണ് വീഡിയോസൊക്കെ വൈകുന്നത്. ബ്രെഡ് ക്ലാസ്സൊക്കെ താല്പര്യമുള്ള കുറേ പേര് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രൂപ്പിലുള്ളവർക്ക് സംശയങ്ങളൊക്കെ ഗ്രൂപ്പിൽ ചോദിക്കാം. അല്ലാത്തവർക്ക് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്യും. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാം. പിന്നെ ഇപ്പോൾ ഏകദേശം കണ്ടല്ലോ, നമ്മുടെ മാവെല്ലാം നന്നായിട്ട് കുഴഞ്ഞ് വന്ന് ഒരുപാട് സ്റ്റിക്നെസ് ഒന്നുമില്ല, കയ്യിൽ നിന്നൊക്കെ വിട്ട് പോരുന്നത് കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. നോർമലി ഡവ് പോലെ ഒരുപാട് കറക്റ്റ് ആ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞു പോകരുത്. കുറച്ചൊന്ന് കൂടിയിട്ട് ചെയ്യാം. അത്രയും കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ, മെയിനായിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും. കാരണം ഏകദേശം ഇതുപോലെ തന്നെയാണ് ഞാൻ മുൻപും നിങ്ങൾക്ക് റെസിപ്പി തന്നിട്ടുണ്ട്. പിന്നെ പലരും ഞാൻ നേരത്തെ പറഞ്ഞു ഇത് അതായത് അവൻ യൂസ് ചെയ്യാണ്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതൊന്നും കൂടെ കാണിക്കണം എന്നുള്ളൊരു റിക്വസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് വീണ്ടും ചെയ്തിട്ടുള്ളത്. പിന്നെ കാണിക്കുന്നത് ഈ ഒരു ഡവ് നിങ്ങൾക്ക് ഏതിന് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ചെറുതായിട്ടൊരു ഫില്ലിങ് കൊടുത്തിട്ട് ഒരു വെറൈറ്റി ആയിട്ടാണ് കാണിക്കുന്നത്.
ഇപ്പോൾ ഇതാ ഒരു അരമണിക്കൂർ കഴിഞ്ഞു നമ്മുടെ മാവ്, അതായത് അടവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് വീണ്ടും കൗണ്ടർ ടോപ്പിലേക്ക് തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഫസ്റ്റ് പ്രൂഫിംഗ് ആണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് കുറച്ച് സമയം സെക്കൻഡ് പ്രൂഫിങ്ങിന് കൂടെ കൊടുക്കണം. അപ്പോൾ സെക്കൻഡ് പ്രൂഫിങ്ങിന് കൊടുക്കുന്നതിന് മുൻപേ നമ്മളതിനെ ഷേപ്പ് ചെയ്ത് ഫില്ല് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ഫസ്റ്റ് പ്രൂഫിങ് നമ്മൾ കുറച്ച് പൗഡർ ഇട്ടിട്ട്, അതായത് മൈദ ഇട്ടിട്ട് ഒരു ബൗളിൽ വെച്ചിട്ട് തന്നെ പ്രൂഫ് ചെയ്യാൻ ശ്രമിക്കുക. സെക്കൻഡ് പ്രൂഫിങ്ങിന് നമുക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് നിങ്ങൾ ബേക്കിംഗ് ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ അവൻ പ്രൂഫ് പാത്രങ്ങളിൽ വയ്ക്കാം. അല്ല ഗ്യാസ് സ്റ്റോപ്പിലേക്കാണ് പോകുന്നതെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിൽ നമുക്ക് എടുത്തു വെച്ച് കൊടുത്താൽ മതി. അതായത് ഒട്ടിപ്പിടിക്കരുത്. കുറച്ച് മാവ് താഴെ ഇട്ടിട്ട് വേണം നിങ്ങൾ വെക്കാൻ. കാരണം നമ്മുടെ മാവ് എന്ന് പറഞ്ഞാൽ ലൂസ് മാവാണ്. അപ്പോൾ സ്റ്റിക്കി ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മളിതുപോലെ ഡവ് എടുത്തിട്ട് ഒന്ന് ഒരേ ഷേപ്പിലുള്ള ബോൾസ് ആക്കി നമുക്ക് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. ഇനി ഇതുപോലെ നമ്മൾ അതിനൊന്ന് റൗണ്ട് ചെയ്തെടുക്കുക. അതായത് അതിൽ ക്രാക്കിളൊന്നും ഇല്ലാത്ത രൂപത്തിൽ താഴെ ഭാഗത്തേക്ക് നമ്മൾ ചുരുട്ടി എടുത്തിട്ട് വേണം അതിനൊരു ബോളാക്കി എടുക്കാൻ. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് നീഡ് ചെയ്യുക. ഒരുപാട് നീഡിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് പൊടി ഇട്ട് കൊടുക്കുന്നത്, അതായത് നമ്മൾ ഫ്ലോർ ഇട്ട് കൊടുക്കുന്നത് ആ ഒരു സോഫ്റ്റ് ഡവാണ്, വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള. അപ്പോൾ സ്റ്റിക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്, താഴെ പറ്റി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് അങ്ങ് ഇട്ടേക്കരുത്, എന്നാൽ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് ഇതുപോലെ പരത്തിയെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലും ആക്കിയെടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയക്ക് വേണ്ടി ഇങ്ങനെ കാണിക്കുന്നത് മാത്രം. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത് കസ്റ്റാർഡാണ്. അപ്പോൾ നിങ്ങൾ കസ്റ്റാർഡൊക്കെ നേരത്തെ ഉണ്ടാക്കി വയ്ക്കുക. കുറച്ച് തിക്കായിട്ടുള്ള കസ്റ്റാർഡ് ചെയ്യുക. കാരണം ബ്രെഡ് ഡൗ അല്ലേ, അത് സോക്കി ആയി പോരുത്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് തിക്കായിട്ടുള്ള കസ്റ്റാർഡ് ഉണ്ടാക്കി വയ്ക്കുക. കസ്റ്റാർഡെന്ന് നിർബന്ധമില്ല, ഏത് ഫില്ലിങ്ങും നമുക്ക് കൊടുക്കാം. പക്ഷേ ഇതിലേക്ക് കസ്റ്റാർഡാണ് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. ഏതാണോ നിങ്ങൾക്ക് ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് അറിയിക്കാം. ഓക്കെ, അപ്പോൾ ഏകദേശം ഇതുപോലെ നമ്മൾ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. നിങ്ങളുടെ കയ്യിൽ കട്ടർ ഉണ്ടെങ്കിൽ കട്ടർ വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള നമ്മുടെ കസ്റ്റാർഡ് ഫില്ലിങ് അതിനകത്ത് വെച്ച് കൊടുക്കുക. നിങ്ങൾ കാണണ്ടല്ലോ, അതായത് ഒഴുകി പോരുന്ന രൂപത്തിലായിരിക്കരുത് കസ്റ്റാർഡ് ഉണ്ടാക്കുന്നത്. കുറച്ചൊന്ന് തിക്കായിട്ട്, അതായത് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് നിങ്ങൾ പൗഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിലേക്കൊരു 1.5 കപ്പ് മിൽക്ക് എടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഷുഗറും കൊടുക്കുക. ഷുഗറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റിയും കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒരു അട ഷേപ്പാക്കുന്ന പോലെ ഷേപ്പാക്കുന്നുള്ളൂ. ഒരുപാട് അങ്ങ് പ്രസ് ചെയ്യൊന്നും വേണ്ട. നമ്മുടെ ബണ്ണിന് ഡവല്ലേ, പെട്ടെന്ന് അതങ്ങ് സ്റ്റിക്കി ആയിക്കോളും. ഇനി നമുക്കിതിനെ ഇതുപോലെ കുറച്ച് ഫ്ലോർ ഇട്ട് കൊടുത്തിട്ട്, അതായത് നമ്മുടെ ഓൾ പർപ്പസ് ഫ്ലോർ മൈദ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് വെക്കാം. നിങ്ങൾക്ക് ബട്ടർ പേപ്പർ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം. അതായത് നമുക്ക് ബട്ടർ പേപ്പറിലും നിങ്ങൾ ഒന്നുകിൽ കുറച്ച് ഓയിൽ തടവുക, അല്ലെങ്കിൽ കുറച്ച് പൗഡർ ഇട്ട് വേണം വെക്കുന്നത്. അതായത് ഈ ഒരു ഡവിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് വാട്ടർ കണ്ടൻറ്റ് കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ നമ്മളിത് 20 മിനിറ്റ് ഒക്കെ വെക്കുമ്പോഴേക്കും, അതായത് ക്ലോസ് ചെയ്തിട്ട് വെക്കുക, ക്ലിംഗ് റാപ്പോ അങ്ങനെ എന്തെങ്കിലും. ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുള്ള പാനിലേക്ക് നമുക്ക് ഒരു 20 മിനിറ്റ് 25 മിനിറ്റിന് ശേഷം ഈ നമ്മുടെ കസ്റ്റാർഡ് ബണ്ണ് ഇറക്കി വെച്ചെടുക്കാം. അതായത് പാനിനെ നന്നായിട്ട് ചൂടാക്കുക എന്ന് കരുതി ഒരുപാട് ഹൈ ഹീറ്റായി പോകരുത്. മീഡിയം ഹീറ്റിൽ നമുക്കതിലേക്ക് ഇറക്കി വെച്ചെടുക്കാം. കാരണം കുറച്ച് സമയം എടുത്ത് ചെയ്യുന്നതല്ലേ, ഓവണിനെ പോലെ ഇല്ലല്ലോ. അപ്പോൾ അത് ഒരുപാട് ഫ്ലെയിം കൊടുക്കാതെ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് അതിനെ കവർ ചെയ്ത് നമുക്കൊരു 15 മിനിറ്റോളം കൊടുക്കാം. നിങ്ങളുടെ പാൻ കട്ടിയുള്ളതാണെങ്കിൽ നമുക്ക് 15 മിനിറ്റോളം കൊടുക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് മറുഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ അതുകൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ടൈമൊക്കെ കൊടുക്കേണ്ടത്. നിങ്ങളുടെ കയ്യിലുള്ള പാത്രങ്ങളെ നോക്കുക, എന്നിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു കളർ കിട്ടിയാൽ മതി നമുക്ക്. നല്ല ചൂടായിരിക്കും, ശ്രദ്ധിച്ചിട്ട് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കണ്ടല്ലോ, ഇനി ഈ ഒരു സൈഡും നമുക്കൊന്ന് കുക്കായിട്ട് കിട്ടണം. അപ്പോൾ നമ്മുടെ ഈ ഒരു കസ്റ്റാർഡ് ബൺ വളരെ സിമ്പിളാണ്. ടെസ്റ്റും ചെയ്ത് നോക്കുക. ഒരുപാട് പേര് എപ്പോഴും ചോദിക്കുന്നതാണ്, കയ്യിൽ അവനില്ല, ഞങ്ങളെങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത്. അപ്പോൾ അവർക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു റെസിപ്പി ഉള്ളത്. അപ്പോൾ ഈ ഒരു
റെസിപ്പി നിങ്ങളെടുത്തിട്ട് ഇപ്പോൾ കണ്ടല്ലോ മറു സൈഡും നമുക്ക് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്ര തന്നെ ആയാൽ മതി. ആ വൈറ്റ് പോർഷൻ, അതായത് നിങ്ങൾ വൈറ്റ് ഭാഗം കാണുമ്പോൾ നിങ്ങൾ കരുതും അവിടെ കുക്കായിട്ട് കിട്ടും. കറക്റ്റായിട്ട് കുക്കായിട്ട് കിട്ടും. അപ്പോൾ കയ്യിൽ അവനില്ലാത്തവരും ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കുക്കറിനകത്ത് ഇറക്കി വെച്ചിട്ട് ബ്രെഡ് ചെയ്തെടുക്കാം. ഇതേ മാവിൽ തന്നെ, പക്ഷേ ഇത്ര തന്നെ വാട്ടർ കണ്ടൻറ്റ് കൊടുക്കരുത്. ലേശം ഒരു 2 ml വെള്ളം കുറച്ചെടുത്തിട്ട് വേണം. അതായത് നമ്മുടെ നോർമൽ ബ്രെഡ് ഈ മാവ് കൊണ്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചെയ്തെടുക്കാൻ. ബാക്കി എല്ലാത്തിനും ഇതേ റെസിപ്പി തന്നെ ഫോളോ ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ തരിക. താങ്ക് യു ഫോർ വാച്ചിങ്.